ഒട്ടും പ്രതീക്ഷിക്കാതെ വിജയം നേടുന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിലേക്ക് ചൈനയിലെ ഒരു കൊച്ചു 3D ആനിമേഷൻ സിനിമയും. പരമ്പരാഗതമായ അനിമേഷനും ശബ്ദ സംവിധാനവും കളറിംഗും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കഥയും എവിടെ നോക്കിയാലും ഒരു പരാജയമാകേണ്ട ചിത്രം. എന്നാൽ ഈ കൊച്ചു ചൈനീസ് 3D ആനിമേഷൻ സിനിമ ഇപ്പോൾ സിനിമാ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഷിൻയു മെങ് എന്ന സംവിധായകനും അദ്ദേഹത്തിന്റെ അമ്മയും ചേർന്ന് നിർമ്മിച്ച ന്യൂ ലൈ അഥവാ ദി കൗ ഈസ് കമ്മിങ് എന്ന ചിത്രത്തിന് വെറും 1 ലക്ഷം രൂപ മാത്രമാണ് നിർമ്മാണ ചെലവെന്നാണ് റിപ്പോർട്ടുകൾ. 86 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ കൊച്ചു അനിമേഷൻ സിനിമ ഹോളിവുഡിലെ വമ്പൻ ചിത്രങ്ങളെ പോലും പിന്നിലാക്കി ബോക്സ് ഓഫീസ് ചർച്ചകളിൽ ഇടം നേടിയിരിക്കുകയാണ്. ന്യൂ ലൈ എന്ന കാളക്കുട്ടിയുടെ സ്വപ്നലോകത്തേക്ക് ഒരു പക്ഷി പറന്നെത്തുന്നതും ഇരുവരും തമ്മിൽ രൂപപ്പെടുന്ന സൗഹൃദവുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. വീട്ടിലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അമ്മയും മകനും ചേർന്നാണ് എഡിറ്റിംഗും ഡബ്ബിംഗും ഉൾപ്പെടെയുള്ള ജോലികൾ പൂർത്തിയാക്കിയത്. എന്നാൽ ഓഗസ്റ്റ് 5-ന് സിനിമ റിലീസ് ചെയ്തതോടെ കാര്യങ്ങൾ മാറി. നിലവാരം കുറഞ്ഞ 3D അനിമേഷനും അവതരണവും കണ്ട് പ്രേക്ഷകർ ചിത്രത്തെ വ്യാപകമായി പരിഹസിച്ചു. 2026-ലെ ഏറ്റവും മോശം ആനിമേഷൻ സിനിമകളിലൊന്ന്, കാശ് കളയാൻ ടിക്കറ്റ് എടുക്കരുത് തുടങ്ങിയ കമന്റുകളും മീമുകളും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. പക്ഷേ ഈ പരിഹാസം തന്നെയാണ് പിന്നീട് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രചാരണമായി മാറിയത്. വൈറലായ നെഗറ്റീവ് കമന്റുകളും മീമുകളും കണ്ടതോടെ സിനിമ എത്രത്തോളം മോശമാണെന്ന് നേരിട്ടറിയാനുള്ള കൗതുകം പ്രേക്ഷകരിൽ വർദ്ധിച്ചു. ഇത്രയും മോശമാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം എന്ന ചിന്തയോടെ ആളുകൾ തിയേറ്ററുകളിലേക്ക് എത്താൻ തുടങ്ങി. ചിത്രത്തെ വിമർശിക്കാൻ പോലും പലരും ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന സാഹചര്യമുണ്ടായി. ഈ സിനിമയെ പ്രശസ്തമാക്കിയത് മികച്ച അനിമേഷൻ ആയിരുന്നില്ല, മറിച്ച് അതിന്റെ പരിമിതികളും പോരായ്മകളുമാണ്.